ഹായ് വെൽക്കം ബാക്ക്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ എങ്ങനെയാണ് ഗൂഗിൾ അനലിറ്റിക്സ് GA4 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ ഗൂഗിൾ അനലിറ്റിക്സ് എന്താണെന്ന് പഠിച്ചു, അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു അല്ലേ, അതേ കുറച്ച് മെട്രിക്സും പഠിച്ചു. ഇനി നമ്മൾ അതെല്ലാം ഉപയോഗിച്ച് അതുകൂടാണ്ട് നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറും കൂടി പഠിച്ചായിരുന്നു. ഗൂഗിൾ ടാഗ് മാനേജറിൽ എങ്ങനെയാണ് ടാഗ്സ് സെറ്റ് ചെയ്യുന്നത്, ഈ ടാഗ്സ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, അതായത് ട്രിഗർ എപ്പോഴൊക്കെ ട്രിഗർ സെറ്റ് ആവുന്നു അപ്പോഴൊക്കെ ടാഗ് വർക്ക് ആവുന്നു. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നിട്ട് വേണം നമ്മൾ ഗൂഗിൾ GA4 അക്കൗണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്ക്രീൻ ആൻഡ് ലെറ്റ്സ് ലേൺ അബൌട്ട് GA4. ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ അനലിറ്റിക്സ് 4 GA4 ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ സെർച്ചിൽ വന്ന് അപ്പോൾ ഫസ്റ്റ് വൺ ഗൂഗിൾ അനലിറ്റിക്സ് ടൂൾസ് സൊല്യൂഷൻസ് ഫോർ യുവർ ബിസിനസ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിന്റെ അണ്ടറിൽ തന്നെയാണ്. സോ അനലിറ്റിക്സ് ടൂൾസ് എടുക്കുക, സൈൻ ഇൻ ടു അനലിറ്റിക്സ് കൊടുക്കുക. സോ നമുക്കൊരു ഗൂഗിൾ ഒരു അനലിറ്റിക്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റും സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റിൽ നമുക്ക് ക്ലയന്റിന്റെ വെബ്സൈറ്റ് ആയാലും കുഴപ്പമില്ല, ആ വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡിൽ ഒരു ആക്സസ് അല്ലെങ്കിൽ ഗൂഗിൾ ടാഗ് മാനേജറിന്റെ ആക്സസ് ഇതെന്തെങ്കിലും മതി. ഇത് രണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഡിറ്റർ ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ സൈൻ ഇൻ ടു അനലിറ്റിക്സ് കൊടുക്കുന്നു. നെക്സ്റ്റ് തിങ് നമുക്ക് രണ്ട് രീതിയിൽ ഇപ്പോൾ വേർഡ് പ്രസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് രീതിയിൽ അനലിറ്റിക്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ അനലിറ്റിക്സിന്റെ കോഡ്, അതായത് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് കിട്ടും. ആ ഒരു പർട്ടിക്കുലർ കോഡ് നമ്മൾ വെബ് മാസ്റ്ററിൻ്റെ കൊടുക്കുന്നു. അതായത് ഈ മാർക്കറ്റിംഗ് ടാഗ് എന്ന് പറയും, അതിനെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഈ മാർക്കറ്റിംഗ് ടാഗ് വെബ് മാസ്റ്ററിൻ്റെ കൊടുക്കുന്നു, വെബ് മാസ്റ്റർ ഹെഡറിൽ പ്ലേസ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് മെത്തേഡാണ് വേർഡ് പ്രസ് യൂസേഴ്സ് ആണെങ്കിൽ വേർഡ് പ്രസ് യൂസേഴ്സിന് ഗൂഗിൾ സൈറ്റ് കിറ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഈ ഒരു പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തേർഡ്ലി നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്ത്, അപ്പോൾ ഫോർ ടൈം ബീയിങ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ടാഗ് മാനേജർ യൂസ് ചെയ്ത് എങ്ങനെയാണ് അനലിറ്റിക്സ് സെറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ക്ലയൻറ്റുകളോ എല്ലാവരും വേർഡ് പ്രസ് യൂസ് ചെയ്യണമെന്നില്ല. വേർഡ് പ്രസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂളിന് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. സോ എല്ലാവരും വേർഡ് പ്രസ് യൂസ് ചെയ്യണമെന്നില്ല. ചിലവർ PHP ഉണ്ടാവും, ലറാവൽ ഉണ്ടാവും, HTML ഉണ്ടാവും, റിയാക്ട് ജേസ് ഉണ്ടാവും. സോ എനി പ്ലാറ്റ്ഫോം എന്തോ ആവും, ജാങ്കോ ആവാം, ഏതൊരു രീതി ടെക്സ്റ്റ് സ്റ്റാക്കിലായിരിക്കും അവർ വർക്ക് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. സോ ഇറ്റ്സ് ബെറ്റർ നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറിൽ എങ്ങനെയാണ് ഗൂഗിൾ അനലിറ്റിക്സ് വർക്ക് ചെയ്യുന്നത് പഠിക്കുന്നത്. സോ ലെറ്റ്സ് ലേൺ. വെൽക്കം ടു ഗൂഗിൾ. സ്റ്റാർട്ട് മെഷറിംഗ് എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്യുക. സോ ഫസ്റ്റ് തിങ് അക്കൗണ്ട് നെയിം അത് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ നിങ്ങൾ ശ്രദ്ധിക്കണം, മേളിൽ സ്റ്റെപ്സ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, രണ്ടാമത് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുന്നു, തേർഡ് ബിസിനസ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, ഒബ്ജക്റ്റീവ്സ് കൊടുക്കുന്നു, ഡേറ്റ കളക്ട് ചെയ്യാനുള്ള പ്രോസസ്സിലോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ അക്കൗണ്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ അക്കൗണ്ടിന്റെ സബ്സെറ്റ് ആണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് ആയിരിക്കും ഡിഫറെൻറ്റ് ബിസിനസ്സുകൾ. അപ്പോൾ അക്കൗണ്ട്സ് ആയിരിക്കും, ഇപ്പോൾ അതായത് ഞാനൊരു ഫ്രീലാൻസർ ആണെങ്കിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടാവും, എൻ്റെ ക്ലയൻറ്റിന് വേണ്ടി ഞാനൊരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. സോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നെയിം ആണ് കൊടുക്കേണ്ടത്. സോ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് അക്കൗണ്ട് നെയിം റിക്വയർഡ്. അക്കൗണ്ട്സ് ക്യാൻ കണ്ടെയ്ൻ മോർ ദാൻ വൺ മെഷർമെന്റ് ID. അതായത് മെഷർമെന്റ് ID എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ്. സോ അക്കൗണ്ട് നെയിം ഞാൻ കൊടുക്കുന്നത് ഹക്ക എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗൂഗിൾ പ്രൊഡക്ട്സിനായിട്ട് ഡേറ്റ ഷെയർ ചെയ്യുന്നതാണ്. ടെക്നിക്കൽ സപ്പോർട്ട്, റെക്കമെൻഡേഷൻ ഫോർ യുവർ ബിസിനസ്, എവറിത്തിങ്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം ടിക്ക് കൊടുത്തു. സോ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി പ്രോപ്പർട്ടി ക്രിയേഷനിലാണ് പ്രോപ്പർട്ടി നെയിം വരുന്നത്. സോ ഇപ്പോൾ ക്ലയൻ്റ് ആണെങ്കിൽ ക്ലയൻറ്റിൻ്റെ പ്രോപ്പർട്ടി നെയിം ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കുള്ള ക്ലയൻറ്റ് ഏതെങ്കിലും ഒരു ക്ലയൻറ്റിൻ്റെ നെയിം, ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്കൊരു നൈക്ക് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ നൈക്ക് എന്ന് കൊടുക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഹോം അപ്ലയൻസിൻ്റെ ബ്രാൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ്, ഇപ്പോൾ ലെറ്റ്സ് സേ ലുലു ഹൈപ്പർ മാർക്കറ്റ്, അപ്പോൾ ലുലു എന്ന് കൊടുക്കാം. സോ ഇറ്റ് ഡിപ്പെൻസ്, നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഏതാണോ ബ്രാൻഡ് അവരുടെ ബ്രാൻഡ് നെയിം കൊടുക്കുക. സോ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഹക്ക ആഡ്സ് എന്നാണ്. അപ്പോൾ ആഡ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. സോ ഹക്ക ആഡ്സ് എന്ന് ഞാൻ കൊടുത്തു. നെക്സ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം സോൺ, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ റിപ്പോർട്ടിംഗ് ടൈം സോൺ എപ്പോഴും കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ എവിടെയാണോ ഉള്ളത് ആ ഒരു പർട്ടിക്കുലർ ടൈം സോൺ കൊടുക്കുക. അതേപോലെ തന്നെ കറൻസി, സോ ഇന്ത്യൻ റുപ്പീസ് കറൻസി സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക.
സോ ഡിസ്ക്രൈബ് യുവർ ബിസിനസ്. അപ്പോൾ ബിസിനസ് എങ്ങനെയാണ്? സോ ഇതിൻ്റെ അകത്ത് കുറേ ആഡ്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, ഓട്ടോ വെഹിക്കിൾസ് ഉണ്ട്, ബ്യൂട്ടി ആൻഡ് ഫിറ്റ്നസ്, ബുക്സ് ആൻഡ് ലിറ്ററേച്ചേഴ്സ്, ബിസിനസ് ഇൻഡസ്ട്രിയൽ, ഫിനാൻസ്, ഫുഡ്, ഹെൽത്ത്, ഹോം ആൻഡ് ഗാർഡൻ, അങ്ങനെ കുറേ അധികം കാറ്റഗറീസ് ഉണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡേറ്റ കളക്ഷൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു കാറ്റഗറിയിലൊന്നും നിങ്ങളുടെ ഈ ഒരു പർട്ടിക്കുലർ ലിസ്റ്റഡ് കാറ്റഗറീസിൽ നിങ്ങളുടെ കാറ്റഗറി ഇല്ലെങ്കിൽ അതർ ബിസിനസ് ആക്ടിവിറ്റി ആയാലും കൊടുക്കാം. ഞാൻ ഫോർ ടൈം ബീങ് അതർ ബിസിനസ് ആക്ടിവിറ്റി എന്ന് കൊടുക്കുന്നു. ഇനി ബിസിനസ് സൈസ് കൊടുക്കുന്നു. സോ ലാർജ് ബിസിനസ് തന്നെ കൊടുക്കുന്നു. 101 to 500 എംപ്ലോയീസ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ക്ലയൻറ്റ്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഇതിനനുസരിച്ചാണ് ഡിപ്പെൻഡ് ചെയ്താണുള്ളത് കേട്ടോ. സോ ബിസിനസ് ഒബ്ജക്റ്റീവ് അല്ലേ, നെക്സ്റ്റ് ബിസിനസ് ഒബ്ജക്റ്റീവ് ആണ് സെറ്റ് ചെയ്യുന്നത്. ബിസിനസ് ഒബ്ജക്റ്റീവ് എന്താണ്? നമുക്ക് അഡ്വർടൈസ്മെന്റ് ത്രൂ ലീഡ്സ് ആണെങ്കിൽ ജനറേറ്റ് ലീഡ്സ് മാത്രമല്ല, ഓൺലൈൻ സെയിൽസ് ഉണ്ടെങ്കിൽ ഓൺലൈൻ സെയിൽസ്, റേസ് ബ്രാൻഡ് അവയർനെസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഗെറ്റ് ബേസ് ലൈൻ റിപ്പോർട്ട്സ്, കമ്പൈൻ ചെയ്യാൻ പറ്റില്ല ബേസ് ലൈൻ റിപ്പോർട്ട്സ്, നമുക്ക് എക്സാമിൻ യൂസർ ബിഹേവിയർ ആണെങ്കിൽ അതും കൊടുക്കുക. സോ ബാക്കി ടോപ്പ് 4 ഇത് എല്ലാം സെലക്ട് ചെയ്തു. സോ ക്രിയേറ്റ് കൊടുക്കുന്നു. നൗ ഗൂഗിൾ അനലിറ്റിക്സ് ടേംസ് ഓഫ് സർവീസ് അഗ്രിമെൻറ്റ്, ഇത് എന്തായാലും നമ്മൾ അഗ്രി ചെയ്തേ പറ്റുള്ളൂ. സോ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. ഐ ഓൾസോ ആക്സെപ്റ്റ് കൊടുക്കുന്നു. ഏറ്റവും സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇത് ഏറ്റവും ബോട്ടം പാർട്ടിലും ഒരു ആക്സെപ്റ്റ് ഉണ്ട്, അത് കൊടുക്കുന്നു. ഇതെല്ലാം സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് വേണം ആക്സെപ്റ്റ് കൊടുക്കാൻ, എന്നാലേ ഇത് ഈ ഒരു എനേബിൾ ആവുള്ള ആക്സെപ്റ്റ് ബട്ടൺ. സോ ഐ ആക്സെപ്റ്റ് ചെയ്തു. സോ ദ ലാസ്റ്റ് പ്രോസസ് ഡേറ്റ കളക്ഷൻ. അപ്പോൾ പ്ലാറ്റ്ഫോം ചോദിക്കുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്ന ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ്? നമുക്ക് ആൻഡ്രോയിഡ് ആപ്പ്, iOS ആപ്പ്, വെബ്, ഇതിലെല്ലാത്തിലും കൊടുക്കാൻ പറ്റും. സോ ഐ ആം ചൂസിങ് എ പ്ലാറ്റ്ഫോം ആസ് വെബ്സൈറ്റ്. സോ എൻ്റെ വെബ് ആപ്പ് എൻ്റെ വെബ്സൈറ്റ് ആണ്. സോ എൻ്റെ വെബ്സൈറ്റ് ഇവിടെ കൊടുക്കണം. എൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കോപ്പി ചെയ്തു, എൻ്റെ അടുത്ത് കൊടുക്കുന്നു. മൈ വെബ്സൈറ്റ് നെയിം ഹാരിസ് ആൻഡ് കോ എന്ന വെബ്സൈറ്റ് സ്ട്രീം നെയിം കൊടുത്തു. എൻഹാൻസ്ഡ് മെഷർമെൻറ്റ് എപ്പോഴും ഇനേബിൾ ചെയ്തിടുക, അതിൽ എപ്പോഴും ഓൺ ആയിരിക്കണം. സോ ക്രിയേറ്റ് സ്ട്രീം ക്ലിക്ക് ചെയ്യുക. സോ ഹിയർ ഈസ് ദ സ്ട്രീം. ഓക്കെ, സോ ഈ ഒരു സ്ട്രീം ക്രിയേറ്റ് ചെയ്താൽ നമ്മളിപ്പോൾ വെബ്സൈറ്റ് കൊടുത്തു, നമ്മുടെ വെബ്സൈറ്റ് നെയിം കൊടുത്തു. ബട്ട് ഈ ഒരു സ്ട്രീം ക്ലിക്ക് ചെയ്താലും നമ്മുടെ വെബ്സൈറ്റ് ആക്റ്റീവ് ആകണോ ഇല്ലയോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ വെബ്സൈറ്റ്, അതായത് നമ്മൾ അനലിറ്റിക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതായത് അവരുടെ ആക്ഷൻസ്, അവരെങ്ങനെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സോ നമുക്ക് എന്താ പറയുക, എങ്ങനെ ട്രാക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് നമ്മുടെ വെബ്സൈറ്റിൽ വേണം. നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്തത് എന്താണ്? അങ്ങനെ ഒരു ട്രാക്കിംഗ് കോഡ് നമ്മുടെ വെബ്സൈറ്റിൽ വരാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്യും. കുറേ മൾട്ടിപ്പിൾ ടാഗ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോഡ്സ് നമ്മുടെ വെബ്സൈറ്റിൽ ഇടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ടാഗ് മാനേജർ യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഐ എം ഗോയിങ് ടു കോപ്പി ആൻഡ് പേസ്റ്റ് ദിസ് പർട്ടിക്കുലർ, അതായത് ഇൻസ്റ്റാൾ വിത്ത് എ വെബ്സൈറ്റ് ബിൽഡർ ഉണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം, നമുക്ക് ഈ പറയുന്ന പോലെ ബിഗ് കൊമേഴ്സ്, ഡുബാൽ, ഗോഡാഡി, 1.com, ഷോപ്പിഫൈ, സൈറ്റ് കിറ്റ് പ്ലഗിൻ, നേരത്തെ ഇനീഷ്യലി പറഞ്ഞ വേർഡ് പ്രസ് സൈറ്റ് കിറ്റ് പ്ലഗിൻ, അതൊക്കെ യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയുള്ളത് ഇൻസ്റ്റാൾ മാനുവലി ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പർട്ടിക്കുലർ ഗൂഗിൾ ടാഗ് നമ്മുടെ വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്യാൻ നമ്മൾ ഏതാ ഉപയോഗിക്കാൻ പോകുന്നത്? നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ടാഗ് മാനേജറാണ്. നമുക്ക് നോക്കാം അതെങ്ങനെ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്ത് ഇത് പ്ലേസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഗൂഗിൾ ടാഗ് മാനേജറിലോട്ട് ചെല്ലുക, നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിൽ. സോ ദിസ് ഈസ് ദ ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ന്യൂ ടാഗ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഒരു പുതിയൊരു ടാഗ് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ പുതിയ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? 2 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്നിൽ ടാഗ്സ്, ലെഫ്റ്റ് സൈഡിലുള്ള ടാഗ്സിലോട്ട് പോവുക, അല്ലെങ്കിൽ ആഡ് എ ന്യൂ ടാഗ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. സോ ഞാൻ ആഡ് എ ന്യൂ ടാഗ് ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? GA4 അല്ലേ, ഗൂഗിൾ അനലിറ്റിക്സ് 4 GA4 കോഡ്, അതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ടാബ് കോൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്യുക, ഗൂഗിൾ അനലിറ്റിക്സ് സെലക്ട് ചെയ്യുക. നമ്മൾ എന്താണ് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഗൂഗിൾ ടാഗ് അല്ലേ. ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ഗൂഗിൾ ടാഗ്, അല്ലെങ്കിൽ GA4 ഇവന്റ് ഉണ്ട്, ഒരു ഇവന്റ് സെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗൂഗിൾ ടാഗ് ക്ലിക്ക് ചെയ്യുന്നു. ഗൂഗിൾ ടാഗ് ID ചോദിക്കുന്നു. സോ ഗൂഗിൾ ടാഗ് ID, ദിസ് ഈസ് എ ഗൂഗിൾ ടാഗ് ID നമുക്ക് കിട്ടാൻ വേണ്ടി ഈ മെഷർമെന്റ് ID എടുത്താൽ മതി. ദിസ് ഈസ് ദ മെഷർമെന്റ് ID ദാറ്റ് വി നീഡ്. സോ ഇവിടെ വരുന്നു, നമ്മൾ ഗൂഗിൾ ടാഗ് പേസ്റ്റ് ചെയ്യുന്നു. യെസ്, നൗ ഇറ്റ്സ് ഡൺ.
ട്രിഗറിങ് എങ്ങനെയാണ്? ഓൾ പേജ് വ്യൂ, എല്ലാ പേജിലും. ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ നമ്മുടെ ഏത് ക്ലയന്റ് ആണോ അതോ നമ്മുടെ സർവീസ് ആണോ അവർ ഓൺ വെബ്സൈറ്റ് ആണോ, ആ വെബ്സൈറ്റിലെ ഏത് പേജിൽ യൂസേഴ്സ് വന്നാലും അവരുടെ ആക്ഷൻസ് അല്ലെങ്കിൽ ഇവന്റ്സ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അവരെന്തോരം ടൈം സ്പെൻഡ് ചെയ്തു, ഇതൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യണം അല്ലേ. അപ്പം അതിനെന്ത് വേണം? എല്ലാ പേജും, നമ്മുടെ വെബ്സൈറ്റിലുള്ള എല്ലാ പേജസിലും ഈ ഒരു പർട്ടിക്കുലർ പേജ്, ഈ ഒരു പർട്ടിക്കുലർ കോഡ് വർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ കോഡ് നമ്മൾ നേരത്തെ ഇനീഷ്യലി ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ഗൂഗിൾ ടാഗ് മാനേജർ വർക്ക് ചെയ്യുന്നത്. അതായത് ഏതാണോ ട്രൂ അതിനനുസരിച്ചുള്ള ടാഗാണ് ട്രിഗർ ഫെച്ച് ചെയ്ത് ഇൻജെക്ട് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ആ പറഞ്ഞ ഷെല്ലിലോട്ട് ബാക്ക് എൻഡിലോട്ട് ഇൻജെക്ട് ചെയ്ത് വെക്കുന്നത്. സോ ഏതാണ് ഇൻജെക്ട് ചെയ്യാൻ പോകുന്നത്? ഓൾ പേജ് വ്യൂസ്. അതായത് ഏത് പേജ് വ്യൂ നടന്നാലും ഈ ഗൂഗിൾ അനലിറ്റിക്സിന്റെ കോഡ് നേരെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരും. അതാണ് അർത്ഥം കേട്ടോ. ഇനി ഈ ട്രിഗറിങ് ആഡ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മുടെ കയ്യിൽ ഒരു പർട്ടിക്കുലർ പേജ് ഉണ്ട്, ആ പേജിൻ്റെ അകത്ത് ട്രാക്കിംഗ് ഒന്നും നമുക്ക് ആവശ്യമേ ഇല്ല എന്ന് പറയുവാണെങ്കിൽ ആ പേജ് നമുക്ക് എക്സെപ്ഷൻ ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പേജ് വ്യൂ നമുക്ക് എക്സെപ്ഷൻ ഇടാം. അപ്പോൾ എങ്ങനെയാണ് എക്സെപ്ഷൻ ആഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ നെക്സ്റ്റ് ഇവന്റ്സ് കൺവേർഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എക്സെപ്ഷൻസ് ആഡ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, സോ ഓൺ ദ ഗോ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതാണ്. ഫോർ ടൈം ബീങ് ഗൂഗിൾ അനലിറ്റിക്സ് GA4 എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഗൂഗിൾ ടാഗ് ഓൾ പേജസ് കൊടുത്തു. ഇനി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ ഗൂഗിൾ ടാഗ് മാനേജർ വർക്ക് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ്. നമ്മളിപ്പോൾ ടാഗ് കൊടുത്തു, നമ്മൾ സേവ് എല്ലാം കൊടുത്തെങ്കിൽ പോലും നമ്മുടെ വെബ്സൈറ്റിൽ ഇത് ആക്റ്റീവ് ആവില്ല. നമ്മുടെ വെബ്സൈറ്റിൽ ഇത് ആക്റ്റീവ് ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റിലുള്ള ഈ സബ്മിറ്റ് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യണം. ഈ റൈറ്റിലുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വെബ്സൈറ്റിൽ ആക്റ്റീവ് ആവുള്ളൂ. പക്ഷെ വെബ്സൈറ്റിൽ ആക്റ്റീവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ടാഗ് വർക്കിംഗ് ആണോ അല്ലേന്നൊന്ന് ചെക്ക് ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടത്? പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ വെബ്സൈറ്റിന്റെ URL കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ വെബ്സൈറ്റ് URL കോപ്പി പേസ്റ്റ് ചെയ്തു, കണക്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു പുതിയൊരു ടാബിൽ ഗൂഗിൾ അസിസ്റ്റന്റ് കണക്റ്റ് ആയി. അപ്പോൾ 2 ടാബ് ക്രിയേറ്റഡ് ആകുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, 2 ടാബ് ക്രിയേറ്റ് ആകുന്നുണ്ട്. ഒന്ന് നമ്മുടെ പേജ് ഓപ്പൺ ആവും, നമ്മുടെ വെബ് പേജ് ഓപ്പൺ ആവും. അതായത് പ്രിവ്യൂ കൊടുത്തപ്പോൾ സംഭവിച്ചതാണ്. നമ്മുടെ വെബ് പേജ് ഓപ്പൺ ആയി ഒരു നമ്മൾ ഏത് ലിങ്കാണോ കൊടുത്തത് ആ ലിങ്ക് ഓപ്പൺ ആയി. ആ ലിങ്ക് ഓപ്പൺ ആയതിൻ്റെ കൂടെ റൈറ്റ് സൈഡിൽ ഒരു ടാഗ് അസിസ്റ്റന്റ് കണക്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. ഇനി ഈ പേജ് അല്ല നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് പേജ് ആണ്. അപ്പോൾ ഇത് മിനിമൈസ് ചെയ്യുക. ഈ ഒരു പർട്ടിക്കുലർ പേജ്, അതായത് ടോപ്പ് ടാബിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ പേജ് കണ്ടിന്യൂ കൊടുക്കുക. ഇനി പതിയെ നോക്കിയേ, ടാഗ്സ് ഫയർഡ്, വെരി ഗുഡ്, ഇറ്റ് ഈസ് ആക്റ്റീവ്. ഗൂഗിൾ അനലിറ്റിക്സ് 4 കോഡ് കണ്ട, ടാഗ് ഫയർ ചെയ്തേക്കുന്ന നോക്കി, ഗൂഗിൾ അനലിറ്റിക്സ് 4ന്റെ ട്രാക്കിംഗ് കോഡ് ആക്റ്റീവ് ആണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ്. സോ ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ടാഗിൽ വന്ന് ഫിനിഷ് കൊടുക്കുന്നു. സോ ഇത് ഫിനിഷ് ആവുന്നു. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ വെൽക്കം ബാക്കിലോട്ട് വരിക, അത് ക്ലോസ് ചെയ്യുക. സോ ഈ ഒരു പർട്ടിക്കുലർ പേജ് ഗൂഗിൾ അനലിറ്റിക്സ് 4 കോഡ് നമുക്ക് വർക്ക് സ്പേസിൽ നമുക്ക് ഹിസ്റ്ററി കാണാം കേട്ടോ, നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത്. നൗ ഇനിയാണ് നമ്മൾ പ്രിവ്യൂ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു പർട്ടിക്കുലർ ടാഗ് വർക്കിംഗ് ആണെന്ന്. ഇനി എന്ത് ചെയ്യുക? സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ എല്ലാം പ്രിവ്യൂ ചെയ്യണമെന്നില്ല, ബട്ട് ടു മേക്ക് ഷുവർ നമ്മൾ പ്രിവ്യൂ ചെയ്തേ പറ്റുള്ളൂ. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചേഞ്ചസ് എന്താണ്, ഒരു വേർഷൻ ചോദിക്കാൻ വേണ്ടിയാണ് കേട്ടോ. വേർഷൻ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേർഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഈ ടാഗ് മാനേജർ യൂസ് ചെയ്ത് വരുത്തിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ മൾട്ടിപ്പിൾ ടാഗുകളും മൾട്ടിപ്പിൾ ഇവന്റ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ട്രാക്കിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അൺഡു ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വേർഷൻ. അപ്പോൾ ഇത് വേർഷൻ 1 ആണെന്ന് വിചാരിക്കുക. ഞാൻ നെക്സ്റ്റ് മെറ്റാ പിക്സലിന് ടാഗ് ഇട്ടു, അത് വേർഷൻ 2 എന്ന് വിചാരിക്കുക. ഞാൻ നെക്സ്റ്റ് ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്തു, അത് വേർഷൻ 3 എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത ലാസ്റ്റ് വേർഷൻ 1ഉം വേർഷൻ 2ഉം വേർഷൻ 3ഉം എന്തോ പ്രോബ്ലം എൻ്റെ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ട്രാക്കിംഗ് ഒക്കെ കറക്റ്റ് അല്ലാന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് അൺഡു ചെയ്യാൻ എന്ത് ചെയ്യാം? വേർഷൻ 1 ഹിസ്റ്ററിയിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ ഇതെല്ലാം എനിക്ക് അൺഡു ചെയ്യാം. ഓക്കെ, സോ ഇത് അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല, നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. സോ ഞാൻ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. ഇത് കൊടുത്തില്ലെങ്കിലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. സോ ഇറ്റ്സ് ബെറ്റർ നമുക്ക് കൊടുക്കാം. GA4 ടാഗ് സെറ്റപ്പ്. സോ വെർഷൻ കൊടുത്തു. നൗ പബ്ലിഷ് കൊടുക്കുക.
സോ വെർഷൻ 2 ഈസ് ക്രിയേറ്റഡ്, ഒരു ടാഗ് വന്നു, ട്രിഗേഴ്സ് 0, 5 വേരിയബിൾസ് ഉണ്ട്, 5 വേരിയബിൾസ് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. സോ ഗുഡ്. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു വർക്ക് സ്പേസ്. നമുക്ക് ഇനി ഗൂഗിൾ അനലിറ്റിക്സിലോട്ട് റിട്ടേൺ വരാം. സോ അക്കോർഡിംഗ് ടു ഗൂഗിൾ ടാഗ് മാനേജർ ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് അല്ലേ. അപ്പോൾ നമുക്ക് നോ ഡാറ്റ റിസീവ്ഡ് ഇൻ പാസ്റ്റ് 48 hours എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഡാറ്റ കളക്ഷൻ ഈസ് പെൻഡിങ്, അത് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ ടു ഹോം കൊടുക്കുക. ഇനി അറൌണ്ട് 24 to 48 hours എടുക്കും ഗൂഗിൾ അനലിറ്റിക്സിൽ ഈ ഒരു പർട്ടിക്കുലർ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ടോഗിൾ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ആക്ച്വലി ഫീഡ്ബാക്ക് ആൻഡ് ടെസ്റ്റിംഗ് അങ്ങനെ ഫീച്ചേഴ്സ് അനൗൺസ്മെന്റ് ഇതൊക്കെ നമ്മുടെ രജിസ്റ്റേർഡ് മെയിലിലോട്ട് വരും. ഇത് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, ജസ്റ്റ് ഫോർ ദി സേക്ക് നമുക്ക് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. നൗ ലെറ്റ്സ് സീ എന്താണ്. ദിസ് ഈസ് ദ ഡാഷ്ബോർഡ് ദാറ്റ് വി ഹാവ് റൈറ്റ് നൗ. Now you can see the home, left side നോക്കുക, home, reports, exports and advertising, ഇത്രയാണുള്ളത്. ഇനി so now we have successfully set up the Google Analytics account. GA4 account നമ്മൾ സക്സസ്ഫുള്ളി സെറ്റപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് തിങ്, ഇത് ആക്റ്റീവ് ആണോ, നമ്മൾ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തു, ഗൂഗിൾ ടാഗ് മാനേജർ നോക്കി വർക്കിംഗ് ആണെന്നൊക്കെ മനസ്സിലായി, ബട്ട് യൂസേഴ്സ് വന്നാൽ അറിയോ ഇല്ലയോ. സോ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ പേജ് ഈ ഒരു പേജ് റിഫ്രഷ് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് നമ്മൾ ഏത് വെബ് വെച്ചാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഗൂഗിൾ അനലിറ്റിക്സ് അക്കൗണ്ട് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യുക. Now you can see the web page. Now let's go back to the analytics. Here you can see the real time. ഇപ്പോൾ റിപ്പോർട്ട്സ് എടുക്കുക, ലെഫ്റ്റ് സൈഡിൽ ഹോം ഉണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്, എക്സ്പ്ലോർ ഉണ്ട്. ആ റിപ്പോർട്ട്സിൽ റിയൽ ടൈമിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ റിയൽ ടൈമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂസർ ലൈവ് ആണെങ്കിൽ, ആ ഒരു പർട്ടിക്കുലർ യൂസർ ലൈവ് ആണെങ്കിൽ നൗ യു ക്യാൻ സീ ദാറ്റ്. സോ ഇൻ ദ സ്ക്രീൻ യു ക്യാൻ സീ ദാറ്റ്. നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിയേ, ആഡ്സ് H&Co എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ, പേജ് വ്യൂ ടൈറ്റിലുള്ള പേജിലോട്ട് ഒരു യൂസർ ലോഗിൻ ആയിട്ടുണ്ട്. ഹു ഈസ് ദാറ്റ് യൂസർ? ഹു എൽസ് അല്ലേ, നമ്മൾ തന്നെയാണ് ആ ഒരു പർട്ടിക്കുലർ യൂസർ. ഞാനിപ്പോൾ ലോഗിൻ ആയതാണ് ഇപ്പോൾ കാണുന്നത്. ദാറ്റ് മീൻസ് ദ ടാഗ് ഈസ് വർക്കിംഗ്. ഞാൻ ഇനി ഒന്നും കൂടി ഇതൊന്ന് റിഫ്രഷ് ചെയ്യാം ഈ പേജ്. സോ ഈ പേജ് ഞാൻ റിഫ്രഷ് ചെയ്തപ്പോൾ ഇത് ഈ ഒരു പർട്ടിക്കുലർ റിയൽ ടൈം ഇതിൻ്റെ അകത്തോട്ട് അപ്ഡേറ്റ് ആയിക്കോളും. നൗ വാട്ട് ഐ ക്യാൻ സീ ഈസ് ഫസ്റ്റ് വിസിറ്റ്, പേജ് വ്യൂ, ഇവന്റ് നെയിം, സെഷൻ സ്റ്റാർട്ട് ഒക്കെ ട്രിഗർ ആയി. സോ ദിസ് ഈസ് ഹൗ ഈ ഒരു റിയൽ ടൈം ഡേറ്റ സ്ലോലി അപ്ഡേറ്റ് ആയിക്കോളും. വാട്ട് വീക്കെൻഡ് ഇതും ബോട്ടം പാർട്ടിൽ കാണുന്നതും റിയൽ ടൈം ആണ്, ഇതെല്ലാം അപ്ഡേറ്റ് ആയിക്കോളും. സോ നൗ വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് സെറ്റിംഗ് അപ്പ് Google Analytics 4. So in the next class we are going to learn about pillars of Google Analytics 4, what we need to learn. Also we need to know the configurations that we need to set before, അതായത് കോമൺ ആയിട്ട് സെറ്റ് ചെയ്യേണ്ട കോൺഫിഗറേഷൻസും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. So see you on next session. Thank you.